മന്ത്രിക്ക് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. മന്ത്രിക്ക് ഒരു റോളില്ല എന്ന് പറയാൻ പറ്റില്ല. നാട മുറിക്കുക, വിളക്ക് കത്തിക്കുക, പിന്നെ പ്രസംഗിക്കുക, പള്ളി അരമനകളിൽ പോയി അച്ഛന്മാരെ കാണുക, കൈമുത്തുക, കന്യാസ്ത്രീ മഠങ്ങളിൽ പോവുക, അവിടുന്ന് സൽക്കാരം അനുഭവിക്കുക, പിന്നെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുക, കേരളത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കുമെന്ന് പ്രഖ്യാപിക്കുക. ആ മുതലായ ജോലികൾ മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല കറണ്ട് പോവുകയാണെങ്കിൽ ആളുകൾ മന്ത്രിയുടെ തന്തയ്ക്ക് പറയും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ബാലൻ ഇരുന്നപ്പോഴും തന്തയ്ക്ക് പറഞ്ഞു, പിണറായി വിജയൻ ഇരുന്നപ്പോഴും പറഞ്ഞു. അപ്പോൾ പിന്നെ സണ്ണി ജോസഫിൻ്റെ മരിച്ചുപോയ അപ്പനെ പറ്റി പറഞ്ഞാൽ അത് കാര്യമാക്കാനില്ല. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ആവുമ്പോൾ തന്തയ്ക്ക് വിളി കേൾക്കുക എന്നുള്ളത് അതിൻ്റെ അകത്ത് ഒരു അണ്ടർലൈൻ ക്ലോസാണ്. അത് നമ്മൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുകയില്ല. അപ്പോൾ സണ്ണി ജോസഫിന് ഇപ്പോൾ സത്യത്തിൽ മന്ത്രിയായിട്ട് വിലസാൻ പറ്റിയ സമയമാണ്. റവന്യൂ വകുപ്പൊക്കെയാണെങ്കിൽ വലിയ ഉത്തരവാദിത്തമാണ്, തലവേദനയാണ്. പക്ഷേ ഞാൻ പറയാൻ വന്ന സംഗതി ഇതുമല്ല. നമ്മുടെ ഈ മാധ്യമങ്ങളെന്ന് പറഞ്ഞ കൊജ്ഞാടന്മാർക്ക് ഇതുവരെ മനസ്സിലാകാതെ പോയാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ എ പി അനിൽകുമാറാണ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി. അതിലിപ്പോൾ എന്താ തെറ്റ്? എ പി അനിൽകുമാറിന് റവന്യൂ മന്ത്രി ആയിക്കൂടെ എന്നെങ്കിലും ചോദിക്കും. ആകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എ പി അനിൽകുമാർ മാത്രമല്ല, അദ്ദേഹം 6ാം തവണയാണ് നിയമസഭയിലേക്ക് ജയിക്കുന്നത്. സതീശനും 6ാം തവണയാണ്. തുടർച്ചയായി 6ാം തവണ വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നേരത്തെ 2 തവണ മന്ത്രിയായിട്ടുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അനിൽകുമാറുണ്ടായിരുന്നു, 2ാമത്തെ മന്ത്രിസഭയിൽ അനിൽകുമാറുണ്ടായിരുന്നു. ഇത് 3ാം തവണയാണ് മന്ത്രിയാവുന്നത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അനുഭവപരിചയമുള്ള ഒരു മന്ത്രി ഇദ്ദേഹമാണ്.